നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിക്കലെത്തിയിരിക്കെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അധികാരം മുമ്പിൽ കണ്ടുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങളും ജനങ്ങളെ കൂടെ നിർത്തേണ്ടതിനുള്ള തന്ത്രങ്ങളുമായി രംഗം കൊഴുപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ്. കടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ശക്തമായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഇടതുചേരി വെറുപ്പ് മാറ്റുവാൻ ഭവന സന്ദർശനത്തിന് ഇറങ്ങുകയും നേരെ അടുക്കളയിൽ കയറി അവിടുത്തെ പാത്രങ്ങൾ കഴുകി വെക്കുകയും അഖിലേന്ത്യാ നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. വലതുചേരിയിലാകട്ടെ കക്ഷത്തിലിരിക്കുന്ന ഇസ്ലാമിക വോട്ട് പോകുകയും ചെയ്യരുത്, എന്നാൽ ഉത്തരത്തിലിരിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുകയും ചെയ്യണമെന്ന വാശിയോടെ ഒരേ സമയത്ത് വർഗീയതയെ എതിർത്തും അപ്പോൾ തന്നെ വർഗീയവാദികളെ പുണർന്നുകൊണ്ട് പൊതുജനത്തെ കബളിപ്പിക്കുന്നത് തുടരുമ്പോൾ അപ്രതീക്ഷിത നീക്കത്തിലൂടെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരവും വർഗീയ മതരാഷ്ട്ര സങ്കല്പങ്ങളുടെ തള്ളിക്കയറ്റവും മുതലെടുത്തുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ തങ്ങളോട് അടുപ്പിക്കുവാനുള്ള നീക്കങ്ങളുമായി ബി.ജെ.പിയും തങ്ങളുടേതായ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ നടത്തുകയാണ്. അത്തരം അമ്പരപ്പിക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായി ഇപ്പോഴിതാ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തും സമീപ പഞ്ചായത്തുകളിലും ശക്തമായി ജനങ്ങളെ സ്വാധീനിച്ച 2020 എന്ന രാഷ്ട്രീയ പാർട്ടി NDAയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 3.25 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ നിന്ന് ജയിച്ച് കയറിയപ്പോൾ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷം ഇടതരുടെയും വലതുരുടെയും സ്വാധീനത്തിൽ നിന്ന് മാറിയാൽ കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുമെന്ന കാര്യം സംശയലേശമെന്നേ തെളിയിക്കപ്പെട്ടിരുന്നു. ഏതായാലും ബി.ജെ.പിയുടെ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ടാണ് 2020 NDAയുടെ ഭാഗമായിരിക്കുന്നത്. തിരുവനന്തപുരം മാരാർജി ഭവനിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും 2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബും തമ്മിൽ ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തുകയും അതേ തുടർന്നാണ് 2020 NDAയുടെ ഭാഗമാകുന്ന കാര്യത്തിൽ തീർപ്പുണ്ടായത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുന്നേറ്റം നടത്തുവാൻ കരുക്കൾ നീക്കുന്ന ബി.ജെ.പിക്കൊപ്പം 2020 കൂടെ ചേരുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ വിശേഷിച്ച് എറണാകുളത്ത് സ്വാധീനമുണ്ടാക്കാമെന്നാണ് ബി.ജെ.പി കരുതുന്നത്. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം മാധ്യമങ്ങളെ കണ്ട് 2020 ചെയർമാൻ സാബു ജേക്കബ് ഇടതരും വലതുരും ചേർന്ന് കേരളത്തെ കട്ടുമുടിക്കുന്നത് കണ്ട് മനസ്സ് മടുത്തിട്ടാണ് കേവലം കച്ചവടക്കാരനായ താൻ മുന്നിട്ടിറങ്ങി 2020 രൂപീകരിക്കാനുണ്ടായതെന്ന് വ്യക്തമാക്കി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി. കേരളത്തിലെ പൊതുജനങ്ങളുടെ മുൻപിൽ അകൽച്ചയും ശത്രുതയും കാണിക്കുന്ന ഇടതരും വലതരും വർഗീയവാദികളും ഇസ്ലാമിക മത മൗലികവാദികളും ഇസ്ലാമിക മത രാഷ്ട്രവാദികളുമായ ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDP, PDP തുടങ്ങിയവരെയും അടക്കം 25ഓളം പാർട്ടികളെ ചേർത്തുണ്ടാക്കിയ സഖ്യവും ചിഹ്നവുമായിട്ടായിരുന്നു 2020 തോൽപ്പിക്കാൻ ഇറങ്ങിയത്. 2020 ഇല്ലാതാക്കണമെന്ന് ശഠിച്ചുകൊണ്ട് സ്വന്തം ചിഹ്നം പോലും വേണ്ടെന്ന് വെച്ച് അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയതിനുള്ള മധുര പ്രതികാരമായാണ് 2020യുടെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. തങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലൂടെ ലഭിച്ച പ്രദേശങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിച്ച 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുച്ചൂട് നശിപ്പിച്ചില്ലാതാക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയവരുടെ കുൽസിത പ്രവൃത്തികൾക്കുള്ള സാബു ജേക്കബിന്റെ മറുപടി കൂടിയാണ് 2020യുടെ NDA പ്രവേശനം.